പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി. ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ മധ്യസ്ഥരാകുന്ന ഒരു പുതിയ ഡിപ്ലോമാറ്റിക് ട്രൈഫെക്ട. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ട് പീസ് മേക്കറായി മോദി എത്തുമെന്ന് നയതന്ത്ര വൃത്തങ്ങൾ പ്രതീക്ഷ നൽകിയിട്ട് ഇടനിലക്കാരായി മറ്റൊരു മിഡിൽ പവർ ബ്ലോക്ക് അവതരിക്കുകയാണ്. യുദ്ധം ആരംഭിച്ച് ഒരു മാസമാകുമ്പോഴും വിശ്വഗുരു കാഴ്ചക്കാരൻ മാത്രമായെന്ന കുറ്റപ്പെടുത്തലുകൾക്കിടെയാണ് ഇടത്തി പോലെ പുതിയൊരു ഡെവലപ്മെന്റ്. മോദിയുടെ ദിശാബോധമില്ലാത്ത വിദേശ നയത്തിലേക്കാണ് വിമർശനങ്ങൾ ചെന്ന് തറക്കുന്നത്. ഇറാനും അമേരിക്കയ്ക്കുമിടയിൽ സമാധാന ദൂതന്റെ കുപ്പായമിടുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നത് എങ്ങനെ? മോദിയുടെ നയതന്ത്രം പാളിയോ? എന്ത് കണ്ടിട്ടാണ് പാകിസ്ഥാന്റെ പുതിയ നീക്കം? യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന് മുന്നിൽ ട്രംപിന്റെ 15 സമാധാന പദ്ധതി. മധ്യസ്ഥനാകാൻ പാക് സൈനിക മേധാവി അസീം മുനീർ. ഇസ്ലാമാബാദിൽ ഉന്നതതല ചർച്ച. ഇറാനിൽ സമ്മർദ്ദ തന്ത്രങ്ങളുമായി ഈജിപ്തും തുർക്കിയും. ഇതാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ നിലവിലെ ചിത്രം. ക്രൂഷ്യൽ ടൈമിൽ ലോക സമാധാനത്തിനായി രണ്ട് സുപ്രധാന ശക്തികൾക്കിടയിൽ പാലമാകുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് പല വിധേന തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ മുന്നേറുകയാണെന്ന സൂചനയാണ് പുതിയ മധ്യസ്ഥ നീക്കം. ഇതുതന്നെയാണ് ഇന്ത്യക്ക് സുപ്രധാന വെല്ലുവിളിയെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക വിജയങ്ങൾ ഉണ്ടായിട്ടും പാകിസ്ഥാന്റെ നയതന്ത്ര ഇടപെടൽ മോദി സർക്കാരിനേക്കാൾ മികച്ചതാകുന്നുവെന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്വയം പ്രഖ്യാപിത വിശ്വഗുരുവായ മോദിക്ക് ഇത് കനത്ത തിരിച്ചടിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഗ്ലോബൽ പീസ് മേക്കർ പരിവേഷം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ അപകടത്തിലാക്കും വിധം തൊട്ടയൽപ്പക്കത്ത് സംഘർഷം കനക്കുമ്പോൾ വെറും കാഴ്ചക്കാരനായെന്ന വിമർശനം മോദിക്കെതിരെ ഇതിനോടകം തന്നെയുണ്ട്. ഇതിനിടയിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ വരവ് ഇരട്ടപ്രഹരമാകുന്നത്. പുതിയ മധ്യസ്ഥ നീക്കത്തിലൂടെ ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനത്തിൽ കോട്ടം തട്ടുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. ഇറാൻ പാകിസ്ഥാനുമായും ചൈനയുമായും കൂടുതൽ അടുക്കുമ്പോൾ ഇന്ത്യയുടെ ഇടപെടൽ പതിവ് കോളുകളും പ്രസ്താവനകളുമായി ചുരുങ്ങുന്നുവെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിന്റെ ഒക്കെ ചങ്ങാതിയായിരുന്നിട്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാന്റെ ക്ഷണം സ്വീകരിക്കുന്നത് മോദിയുടെ പരാജയമാണെന്നാണ് മറ്റൊരു വിമർശനം. ആയുധങ്ങളുടെയും സാധനങ്ങളുടെയും ഉപഭോക്താവ് എന്നതിലുപരി ആധുനിക കാലത്തെ സങ്കീർണമായ നയതന്ത്ര പങ്കാളിയായി ഇന്ത്യയെ അമേരിക്ക കാണുന്നില്ലെന്നും വിമർശനമുണ്ട്.